ഹലോ ഗായ്സ്, ഇന്ന് 2-3 പയർ പറിക്കാൻ കിടപ്പുണ്ട്. നമുക്കിന്ന് ഇതിന്ന് പറിച്ചൊരു തോരൻ വയ്ക്കാം. അല്ലെങ്കിൽ നാളെ പറിച്ചാലും മതി. പിന്നെ വേറെ എന്തെങ്കിലും തോരൻ വെച്ചിട്ട് നാളെ പയർ തോരൻ വെച്ചാലും മതി. ഏഞ്ചലേങ്ങ് മാറ്. നമുക്കിനി ഒന്ന് പറമ്പിലോട്ട് ഇറങ്ങി നോക്കാം. വല്ല കൂണും കിട്ടുകയാണെങ്കിൽ തോരന കറിയൊക്കെ. അപ്പടി ഉറുമ്പ് നീറ് അപ്പോൾ നീറ് ഇവിടെ ഇരുന്നോ. നീറാണേ. നീറ് ഇവിടെ ഇരുന്നോ. നീറാ, ഇങ്ങോട്ട് വരണ്ട. പക്ഷെ കൂണൊക്കെ പറ്റിക്കുകയാണ്. കുഞ്ഞു കൂണാണ് കഴിഞ്ഞ ദിവസം കിട്ടിയത്. അതൊന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചു. ഒന്നുമില്ല സംഭവം. 2-3 വലിയ കൂണ് കിട്ടിയിരുന്നെങ്കിൽ നല്ലൊരു തോരൻ വയ്ക്കായിരുന്നു. ശരിക്കും നല്ല കൂണ് തോരൻ കഴിച്ചിട്ട് കുറേ നാളായി. 2-3 എണ്ണമൊക്കെ കിട്ടിയാലും നല്ലൊരു തോരൻ വയ്ക്കാം. ഇതാ നിൽക്കുന്നു. ഇങ്ങനത്തെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊരു ചെയ്യാമെന്നാണ്. അത് ഒടിഞ്ഞും പറഞ്ഞു പോവാൻ തണ്ട് ഇതാ ഇവിടെ. ഇതാണ് ഇവിടുത്തെ കൂണ്. കിട്ടിയതാണ് കഴിച്ചത്. അത് ഒടിഞ്ഞും പോയി. ഇതിൻ്റെ ഒരല്പം കൂടി വലുതറിഞ്ഞ് ഫ്രിഡ്ജിൻ്റെ അകത്തിട്ട് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. എന്തൊരു ചെയ്യാനാണ്. വലിയ 2-3 കിട്ടിയായിരുന്നെങ്കിൽ. ഒന്ന് രണ്ട് പയറിങ്ങനെ പടരാൻ തുടങ്ങിയത്. അതിനെ ഇനിയും പറിച്ചുകൊണ്ട് കുഴിച്ച് വയ്ക്കണം. കുറേ കാട് തെളിച്ച് ഗ്യാസിന് ഈ ഭാഗത്തൊക്കെ കുറച്ചുണ്ട് കപ്പയ്ക്കകത്ത്. ഒരു സാമ്പാർ ചീര പറിച്ചുകൊണ്ട് പോകാം. നാളെ പയർ പറിച്ചതാണെങ്കിൽ സാമ്പാർ ചീര തോരൻ വയ്ക്കും. എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ണിനൊക്കെ നല്ല ഗുണമുള്ള സാധനമാണ്. ഒരുപാട് ഗുണം ചെയ്യുന്ന സാധനം. എല്ലാവരുടെ വീട്ടിലില്ലാന്ന് ഒരു ഇത് നട്ടു വയ്ക്കേണ്ട ഒരു സംഭവം തന്നെ. നടേണ്ട കാര്യമില്ല. കൊണ്ടുപോയി ഒരു തണ്ട് എവിടെയെങ്കിലും ഇട്ടിരുന്നാൽ മതി. ധാരാളമായിട്ട് അത് കിളർത്തുന്നു. നല്ല ഇലയുള്ളത് നോക്കിയെടുക്കാം. ചേമ്പിൻ്റെ ഇടയിൽ നിൽക്കുന്നത്. എന്താ ഇവിടെ നിൽക്കുന്നത്. ഭയങ്കര വെള്ളമാണ് ഇതിൽ. അപ്പോൾ ഇത് നമ്മളൊരു അല്പം പോലും വെള്ളം ചേർക്കാണ്ട് വേണം ഇത് തോരൻ വയ്ക്കാൻ. ഞാൻ പിന്നെ ഇപ്പോൾ ഇന്ന് സൺഡേ ആണ്, ഇന്ന് ജോലിക്കൊന്നും പോകണ്ട. എന്നാലും ഞാനിപ്പം പറമ്പിലോട്ട് ഇറങ്ങിയാണ്ട് ഇതിനെ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ജോലികൾ നേരത്തെ തീർത്ത് വയ്ക്കാമല്ലോ. ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ 2 കൂടി എടുക്കാം.
അല്ല ഇതേപോലെ ശ്രദ്ധിച്ചെടുക്കണം. ഇതേപോലെ ഇങ്ങനെ വെള്ളം ഇതൊക്കെ ഉണ്ടാവും, അതൊക്കെ നോക്കിയിട്ടൊക്കെ നല്ലപോലെ വാഷ് ചെയ്ത് ഒക്കെ എടുക്കണം. ഇത്രയുണ്ട്, ഇത് മതിയാവും. വെള്ളമായതുകൊണ്ട് ഇതങ്ങ് ശരിക്കും ഒതുങ്ങിപ്പോവില്ലേ, അതുകൊണ്ടാണ് ഇച്ചിരി ഇത്രയും എടുത്തത് കേട്ടോ. ഇതിൻ്റെ തണ്ടങ്ങ് പോയിട്ട് നമ്മൾ ഇല മാത്രമല്ലേ എടുക്കുള്ളൂ, അപ്പോൾ കുറച്ചേ കാണുള്ളൂ. ഇതിൻ്റെ തണ്ടൊന്നും എടുക്കില്ല കേട്ടോ, ഇല മാത്രമേ എടുക്കുള്ളൂ. ഇവിടെ ധാരാളമായിട്ട് നിൽപ്പുണ്ട് ഗൈസ്. അപ്പം നമുക്കിതും കൊണ്ട് നമുക്ക് 2 പേര് ഇരിപ്പുണ്ടേ.